വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സിവിൽ കേരള PSC. നമ്മളിപ്പോൾ കുറേ നാളായി ഒരു യൂട്യൂബ് വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ lsgd തേർഡ് ഗ്രേഡിൻ്റെ എക്സാമാണ് പറഞ്ഞത്. അപ്പോൾ മുന്നേ lsgd തേർഡ് ഗ്രേഡിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. 2016 മുന്നേ നടന്നത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ആർക്കെങ്കിലും PSCയുടെ കോച്ചിങ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയാവുന്നതാണ്. എനിക്ക് യൂട്യൂബ് ചാനലിന് പുറമെ ഞാൻ ക്ലാസ്സും കൂടി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. ദ ബോക്സ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിസ്മാറ്റിക് കോമ്പസ് ഉണ്ട്, സർവേയർ കോമ്പസ് ഉണ്ട്. അതിൽ പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞാൽ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലായിരിക്കും. ബ്രോഡ് നീഡിൽ ടൈപ്പ് ആയിരിക്കും. അതിൽ ഗ്രാജുവേറ്റഡ് റിങ്ങും ലൈൻ ഓഫ് സൈറ്റും. ഗ്രാജുവേറ്റഡ് റിങ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ലൈൻ ഓഫ് സൈറ്റ് ആണ്. പിന്നെ അതിൽ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ 0 ഡിഗ്രി സൗത്തിലും 90 ഡിഗ്രി വെസ്റ്റിലും 180 ഡിഗ്രി നോർത്തിലും 360 ഡിഗ്രി ഈസ്റ്റിലായിരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രാസ് വെച്ചിട്ടാണ്. ഇതിൻ്റെ ആൻസർ ബ്രാസ് ആണ്. ഇനി ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോൺ ഷുഡ് നോട്ട് ഇൻ എനി കേസ് ലെസ് ദാൻ. നമ്മൾ കാണാണ്ട് പഠിക്കേണ്ട ഒരു വാല്യൂ ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത് 2.5 ആണ്. ഇനി ദ റോക്ക് വിച്ച് ആർ ഡെപ്പോസിറ്റഡ് ഇൻ ലെയേഴ്സ് ആൻഡ് ക്യാൻ ബി ഈസിലി സ്പ്ലിറ്റ് അലോങ് സച്ച് ലെയേഴ്സ് ഈസ് നോൺ എസ്. നമുക്കറിയാം, ലെയറായിട്ട് ഈ കൊണ്ടുവരുന്ന സെഡിമെൻറ്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തുണ്ടാവണ റോക്കിന് പറയുന്നതാണ് സെഡിമെൻ്ററി റോക്ക് എന്ന് പറയാം. സോ ഇതിൻ്റെ ആൻസർ സെഡിമെൻ്ററി റോക്കാണ്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ലാൻഡ് ദാറ്റ് ഗെറ്റ് ഇറിഗേറ്റഡ് ഫ്രം എ വാട്ടർ സോഴ്സ് ഈസ്. ഇതിനെ പറയുന്ന പേരാണ് അയാക്കട്ട്. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ അയാക്കട്ടാണ്. ഇനി ദ പ്രിഫറബിൾ സ്ലോപ്പ് ഓഫ് എ ഡ്രോയിങ് ബോർഡ് ഈസ്. ഒരു ഡ്രോയിങ് ബോർഡിൻ്റെ സ്ലോപ്പ് നമ്മൾ കൊടുക്കുന്നത് 1.1:8 ആണ്. അതുപോലെ തന്നെ ഡ്രോയിങ് ബോർഡിൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സോഫ്റ്റ് വുഡ് കൊണ്ടാണ് ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കുന്നത്. ഡ്രോയിങ് ബോർഡിന് 4 ഡെസിഗ്നേഷനാണുള്ളത്. D0, D1, D2, D3. അല്ല, D0 ആണെങ്കിൽ 1500 to 1000 ആയിരിക്കും. പിന്നെ 1000 to 700, 700 to 500, 500 to 250 അങ്ങനെ വരാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഡ്രോയിങ് ബോർഡിൻ്റെ സ്ലോപ്പാണ് ചോദിച്ചത്. സ്ലോപ്പ് 1:8 ആണ്. പിന്നെ ഡ്രോയിങ് ബോർഡിൽ ഉപയോഗിക്കുന്ന ജോയിൻ്റ് എന്ന് പറയുന്നത് ഡൗട്ടെയിൽഡ് ജോയിൻ്റ് ആണ് ഉപയോഗിക്കുക. ഇനി ലാറ്ററൈറ്റ് ഈസ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ്. ലാറ്ററൈറ്റ് കെമിക്കലി ക്ലാസിഫൈഡ് ആസ് എന്താണ്? ആർജിലേഷ്യസ് റോക്കാണ്. ആർജിലേഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ ക്ലേ കണ്ടൻ്റ് ആയിരിക്കും അതിൽ കൂടുതലായിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെർസെൻറ്റേജ് ഓഫ് സിൽക്ക ഇൻ ഗുഡ് ബ്രിക്ക് ക്ലേ ഷുഡ് വാരി ഫ്രം. നമുക്കറിയാം, സിൽക്കാണ് ഏറ്റവും കൂടുതൽ ബ്രിക്കിലുണ്ടാവുന്നത്. പെർസെൻറ്റേജ് നോക്കുമ്പോൾ 50 to 60% ആണ്. പക്ഷേ ചീഫ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ബ്രിക്ക് എന്ന് പറയുകയാണെങ്കിൽ അലൂമിനിയാണ്. അലൂമിനിയയുടെ പെർസെൻറ്റേജ് 20 to 30% ആയിരിക്കും. ഇനി ദ ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ ഈസ് ഡൺ. നമ്മൾ സ്റ്റോണ് പാറ നമ്മൾ പാറക്കല്ലിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഡ്രസ്സിങ് ചെയ്യുക. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കോറിങ് നമ്മൾ ഡ്രസ്സിങ് ചെയ്യും. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ജനറൽ നെയിം ഈസ് ഗിവൺ ടു ദ ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ. നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഫിസിക്കൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഹാർഡ്വെയർ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഹാർഡസ്റ്റ് റോക്ക്. ഹാർഡസ്റ്റ് റോക്ക് നമുക്കറിയാം, ഡയമണ്ട് ആണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള റോക്ക്. ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡ് ഞാൻ പറയാം. ടെജിക്കേക്ക് ഫ്ലൂ വന്ന പറ്റായിട്ടില്ല, ക്യൂവിൽ നിന്ന് ടൊക്കോടി വാങ്ങിച്ചു. അപ്പോൾ ടെജിക്കേക്ക്, അപ്പോൾ TA ടാൽക്ക്, ജിപ്സം, കാൽഷ്യം, അതാണ് 1, 2, 3. പിന്നെ ഫ്ലൂ വന്നു, അപ്പോൾ ഫ്ലൂറൈറ്റിൻ്റെ 4. അപ്പറ്റൈറ്റ് ഇല്ല, അപ്പറ്റൈറ്റ് 5 ആയിരിക്കും. പിന്നെ ഫെൽസ്പാറാണ് 6. പിന്നെ ക്യൂ എന്ന് പറയുന്നിടത്ത് കോഡ്സാണ് 7.
ഹാർഡ്നെസ് നമ്പർ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, കോഡ്സിൻ്റെ 7 ആണ്, അത് ഓർത്തിരിക്കണം. അത് കഴിഞ്ഞ് ടൊക്കോഡി വാങ്ങിച്ചു. ഓക്കെ, ടൊക്കോഡിക്ക് ടൊപ്പാസ്, പിന്നെ കാഡ്മിയം, പിന്നെ ഡയമണ്ട്. ഇനിയാണ് അതിൻ്റെ ഹാർഡ്നെസ് നമ്പർ പോണത്. ഹാർഡസ്റ്റ് റോക്ക് എന്താണ്? ഡയമണ്ടാണ്. ഏറ്റവും സോഫസ്റ്റ് റോക്ക് എന്ന് വെച്ചാൽ ടാൽക്കാണ് വരിക. ഓക്കെ, ഇനി ക്വിക്ക്ലൈം ക്വിക്ക്ലൈം എന്താണ്? ഈസ് എ പ്രൊഡക്റ്റ് ലെഫ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈംസ്റ്റോൺ ആണ്. ഇനി എ ഗുഡ് ക്വാളിറ്റി സിമെൻറ്റ് ഷുഡ് ഹാവ് ഹയർ പെർസെൻറ്റേജ് ഓഫ്. നല്ല ക്വാളിറ്റി സിമെൻറ്റിന് എന്താണ്? ഹയർ പെർസെൻറ്റേജ് ഓഫ് ട്രൈ കാൽഷ്യം സിലിക്കേറ്റ് ആണ് വേണ്ടത്. ഇൻ എ ഫ്ലാറ്റ് ആർച്ച് ദ സ്ക്യൂ ബാക്ക് ഈസ് മെയ്ഡ് ടു റെസ്റ്റ് ഇൻ ആൻ ഇൻക്ലൈൻഡ് പൊസിഷൻ സോ ആസ് ടു മേക്ക് ആൻ ആംഗിൾ ഓഫ് ഡാഷ് വിത്ത് സ്പ്രിങ്ങിങ് ലൈൻ. സ്ക്യൂ ബാക്ക് ആർച്ച് സ്പ്രിങ്ങിങ് ലൈനായിട്ട് ഉണ്ടാക്കുന്ന ആ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് എ സ്ട്രക്ചർ വിച്ച് ട്രാൻസ്മിറ്റ് ദ ലോഡ് ടു ദ സോയിൽ ഈസ് നോൺ ആസ്. നമുക്കറിയാം ലോവസ്റ്റ് പാർട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്യണത് സോയിലിലേക്ക് ഫൗണ്ടേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഗുഡ് പോർട്ട്ലാൻഡ് സിമെൻറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് മോട്ടാർ ആഫ്റ്റർ 3 days ഓഫ് ക്യൂറിംഗ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. 3 days ഓഫ് ക്യൂറിംഗ് 11.5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ 7 days ആണ് ചോദിച്ചിരിക്കുന്നത്, 17.5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. പക്ഷേ ഒരു ഉത്തരമുണ്ട്, 3 days എന്ന് വെച്ചാൽ 11.5 ആണ്. The percentage of residue left after seeing good Portland cement in 90 micron sieve should not exceed. ഇതേതാണ്? 10% കൂടാൻ പാടില്ല. റെസിഡ്യൂ ലെഫ്റ്റ് ആഫ്റ്റർ പോർട്ട്ലാൻഡ് സിമെൻറ്റ് ഇൻ 90 മൈക്രോൺ സീവ് നമ്പർ ചോദിക്കുകയാണെങ്കിൽ 9 ആണ്. ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ട്രഡീഷണൽ ബ്രിക്ക് ഫോർ 10 meter cube ഓഫ് ബ്രിക്ക് വർക്ക് വിത്ത് എ സ്റ്റാൻഡേർഡ് തിക്നെസ് ഓഫ് സിമെൻറ്റ് മോട്ടാർ 1:3 to 1:5. ഇതിൻ്റെ ആൻസർ D ആണ് വരിക, 5050. ഓക്കെ, ദ മോയ്സ്ചർ. ഇതും ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തിരുന്നു. പക്ഷേ ഒരു മീറ്റർ ക്യൂബിന് വേണ്ട ബ്രിക്ക് എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ 10 meter ക്യൂബിന് വരുമ്പോൾ ഇത് ഇൻറ്റു 10, അപ്പോൾ 505 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 5050 കിട്ടും. ഓക്കെ, ദ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് എ ടിമ്പർ യൂസ്ഡ് ഇൻ ബിൽഡിംഗ് ഫ്രെയിംസ് ക്യാൻ ബി. മോയ്സ്ചർ കണ്ടൻറ്റ് എന്തായിരിക്കണം? 8 to 12% ഇടയ്ക്കായിരിക്കണം. ഇനി അടുത്തത് ലെങ്ത് ഓഫ് റേഞ്ചിങ് റോഡ് എന്തായിരിക്കണം? 2 to 3 meter ആയിരിക്കും. റേഞ്ചിങ് പോളാ ചോദിച്ചെങ്കിലോ 3 to 4 meter വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യാൻസൽഡാണ്. ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു. അത് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ് വരാം, ബട്ട് ഇറ്റ് ഈസ് ക്യാൻസൽഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ RCC കൺസ്ട്രക്ഷൻ ദ മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഈസ് ലിമിറ്റഡ് ടു 25 mm ആണ്. മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഇൻ RCC കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു IS ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ദ ടെമ്പറേച്ചർ ഓഫ് ക്യൂറിംഗ് ഈസ് 27 degree Celsius ആണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ ആ 21ാമത്തെ ക്വസ്റ്റിൽ മാക്സിമം സൈസ് 25ഉം നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന സൈസ് 20ഉം ഏറ്റവും മിനിമം സൈസ് എന്ന് പറയുന്നത് 18ഉം ആണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ ദ ടെമ്പറേച്ചർ ഓഫ് ക്യൂറിംഗ് എന്ന് പറയുന്നത് 27 degree Celsius. എ ഫിക്സഡ് പോയിന്റ് വിത്ത് നോൺ എലിവേഷൻ ഈസ് നോൺ ആസ് ബെഞ്ച് മാർക്ക്. ഫ്രോഗ് മെയ്ഡ് ഇൻ ദ ബ്രിക്ക് ഈസ് ടു ഹോൾഡ് എ കീ ഫോർ ഹോൾഡിംഗ് മോട്ടർ ആണ്. ഇതിൽ D ഓപ്ഷനും വരും. ടു ഇൻഡിക്കേറ്റ് ദ ടോപ്പ് ഓഫ് ദ ബ്രിക്ക് എന്നും വരും. പക്ഷേ ഏറ്റവും അതിൻ്റെ പർപ്പസ് വരുന്നത് നമുക്ക് മോട്ടാർ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ബ്രിക്കിൻ്റെ ടോപ്പിൽ നമ്മളൊരു ഡിപ്രഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ ബ്രിക്കിൻ്റെ ട്രേഡ് നെയിമൊക്കെ എഴുതി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ചീഫ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് പെയിൻറ്റ് ഈസ്. നമുക്കറിയാം പെയിൻറ്റിൻ്റെ ചീഫ് ഇൻഗ്രീഡിയൻറ്റ് എന്തായിരിക്കും? അതിന് കളർ കൊടുക്കുന്നതായിരിക്കും. കളർ ചെയ്താൽ കൊടുക്കുക പിഗ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ചീഫ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പിഗ്മെൻ്റ് ആയിരിക്കും. ലിൻസീഡ് ഓയിൽ ഈസ് യൂസ്ഡ് ആസ് എ. നമുക്കറിയാം ലിൻസീഡ് ഓയിൽ എന്ന് പറയുന്നത് കോമൺലി യൂസ്ഡ് വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയറാണ്. എൻ്റെ വേറെ പേരാണ് കാരിയർ. എൻ്റെ ആൻസർ എന്തായിരിക്കും? കാരിയർ ആയിരിക്കും. ദ ബേസ് മെറ്റൽ ഓഫ് ഡിസ്റ്റിംബർ ഈസ്. നമ്മൾ ഡിസ്റ്റിംബറിന് ഉപയോഗിക്കുന്ന ബേസ് മെറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ചോക്കായിരിക്കും. ദ ഫാൾ ഓഫ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ ടു ദ എർത്ത് സർഫസ് ഇൻ എനി ഫോം ഈസ് കോൾഡ് പ്രസിപ്പിറ്റേഷൻ. പിന്നെ ദ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് വാസ് സെറ്റപ്പ്. ഇത് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. IRC എപ്പോഴാണ് സെറ്റപ്പ് ചെയ്തത്? 1934 ആണ്.
ദ സെൻട്രൽ പാർട്ട് ഓഫ് എ ട്രീ ഈസ് നോൺ as പിത്ത് അല്ലെങ്കിൽ മെഡുല എന്നാണ് നമ്മൾ പറയുക. യങ് സ്റ്റേജിൽ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഈ പിത്ത് അല്ലെങ്കിൽ മെഡുല ഉപയോഗിക്കുക. പിന്നെ ഔട്ടർ ബാർക്കിന് വേറെ പേരാണ് കോർട്ടെക്സ്. പിന്നെ അൽബർണം എന്ന് പറയുന്നത് സാപ്വുഡിൻ്റെ വേറെ പേരാണ്. ഓക്കെ, അപ്പോൾ പിത്ത് തന്നെയാണ് എന്ത് പറയുന്നത്, മെഡുല എന്ന് പറയുന്നത്. കോർട്ടെക്സ് ആണ് ഈ പറയുന്ന ഔട്ടർ ബാർക്ക്, സാപ്വുഡാണ് അൽബർണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ലിങ്ക്സ് ഇൻ എ 30 മീറ്റർ മെട്രിക് ചെയിൻ ഈസ് 150 ആണ്. ഇപ്പോൾ 20 മീറ്റർ മെട്രിക് ചെയിൻ ആണെങ്കിൽ 100 വരും. പിന്നെ ഒരു ലിങ്കിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ആണ്. ഇനി വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്. നമുക്കറിയാം വർക്കബിലിറ്റി കൂടണമെങ്കിൽ സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് കൂടണം. സൈസ് ഓഫ് ദ അഗ്രിഗേറ്റ് കൂടാന്ന് പറഞ്ഞാൽ കോസ് അഗ്രിഗേറ്റ് കൂടണം. കോസ് അഗ്രിഗേറ്റ് അപ്പോൾ എന്താ പറയണത്, ഈ പറയുന്ന കോസ് അഗ്രിഗേറ്റിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കുക വിത്തൗട്ട് ഓൾട്ടറിങ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് അഗ്രിഗേറ്റ് ആണെങ്കിൽ നമുക്ക് വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിക്രീസ് ചെയ്യുക, കോസ് അഗ്രിഗേറ്റിൻ്റെ എണ്ണം കുറയ്ക്കുക വിത്തൗട്ട് ഓൾട്ടറിങ് ദി ടോട്ടൽ അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി. ഇനി an isolated load bearing masonry member is known as. ഐസൊലേറ്റഡ് ആയിട്ടുള്ള ലോഡ് ബിയറിംഗ് മേസണറി മെമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് പില്ലർ. ഇനി ദ ആംഗിൾ ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് 2 പ്ലെയിൻ മിറേഴ്സ് ഓഫ് ആൻ ഒപ്റ്റിക്കൽ സ്ക്വയർ ഈസ് 45 ഡിഗ്രി. ഇനി പറയുന്ന ഹൊറിസോൺ സൈറ്റും അതുപോലെ തന്നെ ഈ ഹൊറിസോൺ മിററും ഇൻഡെക്സ് മിററും തമ്മിലുള്ള ലൈൻ ഓഫ് സൈറ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇനി ദ വെരി ഫസ്റ്റ് റീഡിങ് ടേക്കൺ ഈസ്, ഫസ്റ്റ് റീഡിങ്ങിന് നമ്മൾ ബാക്ക് സൈറ്റും ലാസ്റ്റ് റീഡിങ്ങിന് നമ്മൾ ഫോർ സൈറ്റും എന്നാണ് പറയുക. ഇനി ദ ടൈപ്പ് ഓഫ് പൈൽ വിച്ച് ഈസ് driven at an inclination to resist the inclined force is batter pile. ബാറ്റർ പൈൽ തന്നെയാണ് നമ്മുടെ അപ്ലിഫ്റ്റ്മെൻറ്റ് ഫോഴ്സ് നമുക്ക് അല്ലെങ്കിൽ ലാറ്ററൽ ഫോഴ്സ് നമുക്ക് റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇൻ ചെയിൻ സർവേയിങ് പെർപെൻഡിക്കുലർ ടു ദ ചെയിൻ ലൈൻസ് ആർ സെറ്റ് ഔട്ട് ബൈ ഒപ്റ്റിക്കൽ സ്ക്വയർ വെച്ചിട്ടാണ് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുന്നത്. ടാക്യോമെട്രി ഈസ് ബെസ്റ്റ് ചൂസൺ ഫോർ. ഇൻ ബ്രോക്കർ ഗ്രൗണ്ടിലാണ് നമ്മൾ ടാക്യോമെട്രി ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ദ കോണ്ടൂർ ലൈൻസ് ക്യാൻ ക്രോസ് വൺ അനദർ ഓൺ ദ മാപ്പ് ഓൺലി ഇൻ ദ കേസ് ഓഫ്. നമ്മുടെ ക്രോസ് ചെയ്യുന്നത് ഓവർ ഹാങ്ങിങ് ക്ലിഫിലും മീറ്റ് അറ്റ് എ പോയിൻ്റ് ആൻഡ് മേക്സ് ആൻഡ് വെർട്ടിക്കൽ ലൈൻ ആക്കുന്നത് വെർട്ടിക്കൽ ക്ലിഫിലായിരിക്കും. ഇനി ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ എ ഫ്ലൈറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 3 in number. ദ ഇൻക്ലൈൻ പ്രേസസ് മാക്സിമം നമ്പർ സ്റ്റെപ്പിൽ കൊടുക്കേണ്ടത് 12, മിനിമം നമ്പർ 3 ആയിരിക്കും. ദ ഇൻക്ലൈൻ പ്രേസസ് യൂസ്ഡ് ഇൻ എ ട്രസ് ടു പ്രിവെൻറ്റ് ദ സാഗിങ് ഓഫ് ദ പ്രിൻസിപ്പൽ റാഫ്റ്റർ ആർ കോൾഡ്. പ്രിൻസിപ്പൽ റാഫ്റ്ററിന് സാഗിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രസ്സിൽ കൊടുക്കുന്നതാണ് സ്ട്രക്റ്റ് എന്ന് പറയുന്നത്. 1 hectare എന്ന് പറഞ്ഞാൽ 10⁴ meter square ആണ്. ഓപ്ഷൻ എ വരും. ദ ലൈൻ ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് റൺ ഫ്രം. നമുക്കറിയാം എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ സൗത്തിൽ നിന്ന് ജോഗ്രഫിക്കൽ നോർത്തിലേക്ക് വരാം. അതേസമയം നമ്മളൊരു മാഗ്നറ്റ് വെക്കുകയാണെങ്കിൽ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് പോവാം. അതുപോലെ തന്നെ നമ്മളൊരു നീഡിൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ നോർത്ത് എൻഡ് ഓഫ് ദ നീഡിൽ നോർത്ത് എൻഡിലേക്ക് പോയിൻറ്റ് ചെയ്തിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലൈൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഓർത്തിരിക്കണം. ഇനി സ്മോളസ്റ്റ് ലെങ്ത് ദാറ്റ് ക്യാൻ ബി ഡ്രോൺ ഇൻ എ മാപ്പ് ഈസ്, അത് 0.2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ദ നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ വയേഴ്സ് ഇൻ എ സ്റ്റഡി ഓഫ് ഡയഫ്രം ഈസ്. നമുക്കറിയാം ഡയഫ്രമിലും ഉണ്ടാവുന്ന ഹൊറിസോണ്ടൽ ഹെയർ എത്ര ഉണ്ടാവും? 3 ഉണ്ടാവും. ഒരു വെർട്ടിക്കലും 3 ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർസാണ് ഉണ്ടാവുക. In order to determine the natural features such as valley, river, lake, etc., the surveying preferred is. നമുക്കറിയാം ടോപ്പോഗ്രഫിക്കൽ സർവേയിങ് ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും സർവേ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. When 1 centimeter of a map represents 10 meter on a ground, the representative fraction on the scale is. നമുക്കറിയാം റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ മാപ്പ് ടു ഡിസ്റ്റൻസ് ഓൺ ദി ഗ്രൗണ്ട് ആണ്. മാപ്പിൽ മെഷർ ചെയ്തേക്കുന്നത് 1 centimeter ആണ്. അപ്പോൾ 1 centimeter ഡിവൈഡ് ബൈ 10 meter എന്ന് കിട്ടും. അപ്പോൾ 10 meterനെ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ എന്തുണ്ടാവും? താഴെ 1000 എന്ന് പറയും. അപ്പോൾ 1 / 1000 വരും. അറ്റ് മാഗ്നറ്റിക് പോൾസ് ദ എമൗണ്ട് ഓഫ് ഡിപ്പ് ഈസ്.
ഡിപ്പ് അറ്റ് ദ പോൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയും ഇക്വേറ്ററിൽ അത് 0 ഡിഗ്രി ആയിരിക്കും. പിന്നെ ലൈൻസ് ജോയിനിങ് ഈക്വൽ ഡിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഐസോക്ലിനിക് ആയിരിക്കും വരാം. 0 ഡിപ്പാണെങ്കിലോ അക്ലിനിക്കും വരും. ഇനി ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ട്രെയിൻ ഓഫ് ലെങ്ത് 80 മീറ്റർ ടു ക്രോസ് എ ബ്രിഡ്ജ് ഓഫ് 120 മീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത് ഓഫ് ദ ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് 80 പ്ലസ് 120 മീറ്റർ ചെയ്താൽ നമുക്ക് 200 മീറ്റർ എന്ന് കിട്ടും. ഇനി ആവറേജ് ലെങ്ത് ഓഫ് ദ പേസ് എന്താണ്? പേസ് ലെങ്ത്തിൻ്റെ ആവറേജ് പേസ് ലെങ്ത് നമ്മൾ 80 സെൻറ്റിമീറ്റർ ആണ് എടുക്കുക. പിന്നെ ഇത് നമ്മൾ പേസിങ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? റെക്കഗ്നൈസിങ് സർവീക്കാണ് നമ്മൾ മെയിനായിട്ട് പേസ് ലെങ്ത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. ഇനി ഏരിയ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ സ്ക്വയർ യൂണിറ്റിലാണ്, മീറ്റർ സ്ക്വയറിലല്ല നമ്മൾ ഏരിയ മെഷർ ചെയ്യുക. ഇനി ഫൗണ്ടേഷൻ ഇൻ ദ ഫോം ഓഫ് തിക്ക് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് കവറിങ് ദ എൻറ്റയർ ഏരിയ ഓഫ് ബോട്ടം ഓഫ് ദ സ്ട്രക്ചർ ഈസ് നോൺ ആസ്, അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? റാഫ്റ്റ് ഫൗണ്ടേഷൻ. ഇൻ ദ വോളിയം ഓഫ് ബക്കറ്റ് ഈസ് ഗിവൺ ബൈ, വോളിയം ഓഫ് ബക്കറ്റിൻ്റെ ഇതിലൊന്നുമില്ല ആ ഉത്തരം. ക്വസ്റ്റിൻ്റെ ആൻസർ വോളിയം ഓഫ് ബക്കറ്റ് എന്ന് പറയുന്നത് πh/3 ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ ആർ ഇൻറ്റു സ്മോൾ ആർ ആണ്. ഇനി ഏരിയ ഓഫ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഈസ് √3/4 a സ്ക്വയർ. ദ തിയോഡലൈറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വെരി അക്യുറേറ്റ്ലി. തിയോഡലൈറ്റ് ഇൻസ്ട്രുമെൻറ്റ് വെച്ച് നമ്മൾ എന്താണ്? ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിൾസ് ആണ് മെഷർ ചെയ്യുക. ദ ഡിഫ്ലക്ഷൻ ആംഗിൾ മേ ബി എനി വാല്യൂ ബിറ്റ്വീൻ 0 ആൻഡ് 180 ഡിഗ്രി ആയിരിക്കും. ഇനി എ ലൈൻ നോർമൽ ടു ദ പ്ലംബ് ലൈൻ അറ്റ് ഓൾ ദ പോയിൻറ്റ്സ് ഈസ് നോൺ ആസ് ലെവൽ ലൈൻ. ദ ബെസ്റ്റ് വുഡ് ഫോർ സ്ലീപ്പർ എന്ന് പറയുന്നത് തേക്കും. കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത് സാലു ആയിരിക്കും. സാല് ഉപയോഗിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, തേക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് സാല് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ബെസ്റ്റ് വുഡ് ഫോർ സ്ലീപ്പർ എപ്പോഴും തേക്ക് തന്നെയായിരിക്കും. ആൻഡ് ഇമാജിനറി ലൈൻ ജോയിനിങ് ത്രൂ ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് പ്രിസർവിങ് എ കോൺസ്റ്റൻറ്റ് ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ ഈസ് നോൺ ആസ് കോണ്ടൂർ ഗ്രേഡിയൻ്റ് ആണ്. കോണ്ടൂർ ഇൻ്റർവൽ എന്തായിരിക്കും? രണ്ട് കോണ്ടൂർസ് തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ കോണ്ടൂർ ഇൻ്റർവൽ. രണ്ട് കോണ്ടൂർസ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കോണ്ടൂർ ഈക്വലൻ്റ് എന്ന് പറയും. കോണ്ടൂർ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ പോയിൻറ്റ്സ് ജോയിനിങ് ദ ഈക്വൽ എലിവേഷൻ ആയിട്ടുള്ള പോയിൻറ്റ്സിന് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് കോണ്ടൂർ ലൈൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം ദ കാൽസിലേഷൻ ഓഫ്. ജിപ്സം വഴിയാണ് നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പാറ്റേൺ ഓഫ് ഡോട്ട് ദാറ്റ് അപ്പിയർ ഓൺ ഓട്ടോകാഡ് സ്ക്രീൻ ഓഫ് കമ്പ്യൂട്ടർ ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് പ്രിൻറ്റ് ഈസ് നോൺ ആസ്. പ്രിൻ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഡോട്ടഡ് ആയിട്ടുള്ള ആ ഭാഗത്തിനെ പറയുന്നതാണ് ഗ്രിഡ്. ഇനി സ്നാപ്പ് എന്താണ്? നമ്മുടെ കേഴ്സിനെ ഒരു പർട്ടിക്കുലർ പോയിൻറ്റ്സിലേക്ക് മാത്രം സ്നാപ്പ് ചെയ്ത് പോകും. ഓർത്ത് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിട്ട് മാത്രം കേഴ്സർ മൂവ്മെൻറ്റ് ആവുള്ളൂ. ഇനി ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യും, അതിനെയാണ് നമ്മൾ ലിമിറ്റ് എന്ന് പറയുക. എ പൈപ്പ് യൂസ് ടു ക്യാരി ഡിസ്ചാർജ് ഫ്രം സാനിറ്ററി ഫിറ്റിംഗ് ലൈക്ക് ബാത്റൂം, കിച്ചൺ എക്സെട്ര ഈസ് കോൾഡ് വേസ്റ്റ് പൈപ്പ്. സോയിൽ പൈപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഈ പറയുന്ന വാട്ടർ ക്ലോസറ്റിൽ നിന്നുള്ള വേസ്റ്റ് ക്യാരി ചെയ്യാനാണ് സോയിൽ പൈപ്പ് ഉപയോഗിക്കുന്നത്. വെൻറ്റ് പൈപ്പ് ഫൗൾ ഗ്യാസസ് ക്യാരി ചെയ്യാൻ. ആൻറ്റിസൈഫ്രൻസ് പൈപ്പ് എന്തിനാണ്? വാട്ടർ സീൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ദ പാർട്ട് ഓഫ് എ സർക്കിൾ ബൗണ്ടഡ് ബൈ ആൻ ആർക്ക് ആൻഡ് കോഡ് ഈസ് നോൺ ആസ് സെഗ്മെൻറ്റ്. ഇനി എ ക്ലോസ് കപ്പിൾഡ് റൂഫ് ഈസ് യൂസ്ഡ് ഫോർ എ സ്പാൻ അപ് ടു. നമുക്കറിയാം ലീൻ ടു റൂഫ് എന്ന് പറഞ്ഞാൽ 2.4 മീറ്റർ ആണ്. ഇനി ക്ലോസ് കപ്പിൾഡ് റൂഫ് ആണെങ്കിൽ 3.6 മീറ്റർ ആയിരിക്കും. ക്ലോസ്ഡ് കപ്പിൾഡ് റൂഫ് ആകുമ്പോൾ 4.2 മീറ്റർ ആയിരിക്കും. ഇനി കോളാർ ബീം റൂഫ് ആണെങ്കിൽ 4.8 മീറ്റർ ആയിരിക്കും. പിന്നെ കിങ് പോസ്റ്റ് ആണെങ്കിൽ 5 to 8 ആയിരിക്കും. ക്യൂൻ പോസ്റ്റ് ആണെങ്കിൽ 8 to 12 മീറ്റർ ആയിരിക്കും. ഇതിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് ക്ലോസ്ഡ് കപ്പിൾഡ് റൂഫാണ്. അപ്പോൾ എന്ത് വരും? 4.2 മീറ്റർ വരും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻ്റെ ക്യാൻസൽഡ് ആയിരുന്നു. The process of hardening the concrete mix by keeping its surface moist for a certain period is called curing എന്നാണ് പറയുക. The black marble is generally found in the district of Jaipur. The lime commonly used under dam condition is hydraulic lime ആണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഹൈഡ്രോളിക് ലൈം വെള്ളത്തിനടിയിൽ സെറ്റ് ആവാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. ഫാറ്റ് ലൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഉള്ളിൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ എമൗണ്ട് ലെസ് ദാൻ 5% ആയിരിക്കും. ഹൈഡ്രോളിക് ലൈം ആകുമ്പോൾ 5 to 30% ആയിരിക്കും. ലീൻ ലൈം എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 30% ആയിരിക്കും ക്ലേയുടെ എമൗണ്ട്. ഇനി ദ സ്ലോപ്പ് ഓഫ് എ റോഡ് അല്ല, ഫാറ്റ് ലൈം എന്താണ്? വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ സ്ലോപ്പ് ഓഫ് ദി
road pavement in longitudinal direction is called gradient. The surface area of A0 size drawing sheet എന്ന് പറയുന്നത് എന്താണ് 1 square meter ആയിരിക്കും. ഇനി the most important tool used for the brick masonry is trowel. ഇനി horizontal glass is an optical square is half silvered half unsilvered ആയിരിക്കും. The defect caused during seasoning of timber is നോട്ട് എന്ന് പറയുന്നത് എന്താണ് ഒരു എന്ത് ഡിഫക്റ്റാണ് നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടാവുന്ന ഡിഫക്റ്റാണ് റിൻറ്റുകാളും നാച്ചുറൽ ഫോഴ്സസ് ആണ് ഫോക്സിനെസ്സും നാച്ചുറൽ കോസസ് തന്നെ അപ്പോൾ നോട്ട് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ചസ് റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഇങ്ങനെ ഹാർഡായിട്ടുള്ള ആ ഭാഗത്തിനെയാണ് നമ്മൾ നോട്ട് എന്ന് പറയുക റിൻറ്റ് കാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വെല്ലിങ്ങിനെയാണ് നമ്മൾ റിൻറ്റ് കാൾ എന്ന് പറയുക ഇനി ഫോക്സിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യെല്ലോ കളർ സ്പോട്ട്സ് ഒക്കെ ഫോം ചെയ്യുകയാണ് ടിമ്പറിൽ അതിനെയാണ് നമ്മൾ ഫോക്സിനെസ് എന്ന് പറയുക ഹണികോമ്പിംഗ് ആണ് സീസണിങ് കാരണമുള്ള ഡിഫക്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ആർട്ട് അസംബിൾഡ് പ്രൊഡക്റ്റ് ഓഫ് വിനിയേഴ്സ് ആൻഡ് അഡ്ഹസീവ് ഈസ് കോൾഡ് എന്ന് പറയുന്ന പേരാണ് പ്ലൈവുഡ് ഇൻ സൂപ്പർ പാസേജ് FSL ഓഫ് ദ കനാലീസ് സൂപ്പർ പാസേജ് എന്ന് പറഞ്ഞാൽ എന്താണ് കനാൽ ഓവർ ഡ്രെയിൻ ആണ് പറഞ്ഞത് അപ്പോൾ ഫുൾ സപ്ലൈ ഓഫ് ദ കനാൽ എപ്പോഴും എന്തായിരിക്കും കനാൽ ഓവർ ഡ്രെയിനിന് എന്താ നമ്മൾ പറയുക അതിനെയാണ് അക്യുഡക്റ്റ് എന്ന് പറയുക ഡ്രെയിൻ ഓവർ കനാലിനെയാണ് നമ്മൾ സൂപ്പർ പാസേജ് എന്ന് പറയുക ഫുൾ സപ്ലൈ ലെവൽ ഓഫ് ദ കനാൽ എന്തായിരിക്കും ലോവർ ദാൻ അണ്ടർ സൈഡ് ഓഫ് ദ ത്രൂ ക്യാരിങ് ഡ്രെയിനേജ് വാട്ടർ ഓക്കെ ഇൻ സ്റ്റീപ്പ് ആൻഡ് ബ്രോക്കൺ ഗ്രൗണ്ട് ദ മോസ്റ്റ് സൂട്ടബിൾ മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് ഈസ് നമുക്കറിയാം സ്റ്റീപ്പും ബ്രോക്കൺ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഓഫ് കോണ്ടൂറിങ് ആണ് എന്ത് ടാക്യോമീറ്റർ ഡാഷ് ഇസ് എ മെത്തേഡ് യൂസ്ഡ് ഫോർ പ്ലോട്ടിങ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഇൻഅസസിബിൾ പോയിൻറ്റ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഇൻ്റർസെക്ഷൻ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള പൊസിഷൻ ആണെങ്കിൽ റിസെക്ഷൻ 2 പോയിൻറ്റ് പ്രോബ്ലം റിസെക്ഷൻ വരുന്നൊരു മെത്തേഡാണ് രണ്ട് സ്റ്റേഷൻസ് ഉണ്ടാവും ഇനി റേഡിയേഷൻ ആണ് നമ്മൾക്ക് വിസിബിൾ ആവുന്നത് ഓക്കെ ഇനി ദ സ്റ്റോൺ യൂസ്ഡ് ഫോർ റൂഫിംഗ് ഈസ് റൂഫിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺ പറയുന്ന പേരാണ് സ്ലേറ്റ് അണ്ടർ സർഫസ് ഓഫ് എ സ്റ്റെയറിനെ നമ്മൾ എന്ത് പറയും സോഫിറ്റ് 1 hectare ഈസ് ഈക്വൽ ടു ഹൗ മെനി ഏക്കർ 2.47 ഏക്കറാണ് ടു പ്രൊട്ടക്ട് ദ നാച്ചുറൽ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് നമ്മുടെ നാച്ചുറൽ സ്ലോപ്പിംഗ് ഗ്രൗണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രസ്റ്റ് വാൾ ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു ബാക്കിലുള്ള സോയിൽ ബാക്ക് ഫീൽഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റീറ്റെയിനിങ് വാൾ വിങ് വാൾ എവിടെയാണ് ബ്രിഡ്ജ് നമ്മുടെ സർഫസിലേക്ക് വരുന്ന ആ ഭാഗത്ത് നമ്മൾ കൊടുക്കുന്നതാണ് വിങ് വാൾ ഓക്കെ ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ അപ്പോൾ ആർക്കെങ്കിലും PSC കോച്ചിങ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് ഞാൻ വേണമെങ്കിൽ നമ്പർ കൊടുക്കാം